DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുതായി ഒരു ബിസിനസ് തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുന്നതിനോ 20 ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയമായ പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. രാജ്യത്തെ ചെറുകിട സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന അഥവാ PMMY. മതിയായ പണമില്ലാത്തതിനാൽ സ്വന്തം ബിസിനസ് സ്വപ്നങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാധാരണക്കാർക്ക് ഈ പദ്ധതി വലിയൊരു ആശ്വാസമാണ്. 2026 എത്തി നിൽക്കുമ്പോൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ കൂടുതൽ സുതാര്യമായും വേഗത്തിലും ഈ വായ്പാ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. യാതൊരുവിധ ഈടുമില്ലാതെ വായ്പ ലഭ്യമാക്കുന്നു എന്നതാണ് ഈ പദ്ധതിയെ മറ്റ് ബാങ്ക് വായ്പകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. സ്വയം തൊഴിൽ കണ്ടെത്താനും ചെറുകിട ബിസിനസ്സുകൾ വിപുലീകരിക്കാനും ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് ഈ പദ്ധതി വളരെ സഹായകമാണ്. ബാങ്ക് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങൾ, വാണിജ്യ ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ എന്നിവ വഴി ഈ വായ്പ ലഭ്യമാണ്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വായ്പ ലഭിക്കുന്നതിനായി യാതൊരുവിധ ഈടും നൽകേണ്ടതില്ല എന്നതാണ്. മുദ്ര വായ്പ പ്രധാനമായും 3 ഘട്ടങ്ങളിലായാണ് നൽകുന്നത്. ഇതിലാദ്യത്തേത് ശിശു വായ്പയാണ്. പുതുതായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 50,000 രൂപ വരെയാണ് ഈ വിഭാഗത്തിൽ ലഭിക്കുക. ചുരുങ്ങിയ പലിശ നിരക്കിൽ ലഭിക്കുന്ന ഈ വായ്പ സാധാരണക്കാരായ ചെറുകിട കച്ചവടക്കാർക്കും സംരംഭകർക്കും വലിയൊരു കൈത്താങ്ങാണ്. തിരിച്ചടവ് കാലാവധിയും ഗുണഭോക്താക്കൾക്ക് അനുകൂലമായ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം കിഷോർ വായ്പയാണ്. 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഈ ഘട്ടത്തിൽ വായ്പയായി ലഭിക്കുക. അപേക്ഷകന്റെ മുൻപത്തെ സാമ്പത്തിക ഇടപാടുകളും ബിസിനസ് സാധ്യതകളും വിലയിരുത്തിയാണ് വായ്പ അനുവദിക്കുന്നത്. മൂന്നാമത്തെ വിഭാഗം തരുൺ വായ്പയാണ്. ബിസിനസ് നല്ല രീതിയിൽ നടത്തുന്നവർക്കും അത് വലിയ തോതിൽ വികസിപ്പിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വായ്പ സ്വീകരിക്കാം. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ഈ വിഭാഗത്തിൽ ലഭിക്കുക. പദ്ധതിയുടെ ഏറ്റവും പുതിയ പരിഷ്കാരങ്ങൾ പ്രകാരം മികച്ച രീതിയിൽ വായ്പാ തിരിച്ചടവ് നടത്തുന്ന സംരംഭകർക്ക് അനുവദനീയമായ വായ്പാ പരിധി 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2024 കേന്ദ്ര ബജറ്റിലാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായത്. മുൻപ് തരുൺ വിഭാഗത്തിൽ ലഭിച്ചിരുന്ന 10 ലക്ഷം രൂപയുടെ പരിധി കഴിഞ്ഞവർക്കായി തരുൺ പ്ലസ് എന്ന പുതിയ വിഭാഗം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ അധിക സഹായം ലഭ്യമാക്കുന്നത്. ബിസിനസ് മേഖലയിൽ കൂടുതൽ പരിചയസമ്പന്നരായ ആളുകൾക്ക് തങ്ങളുടെ സംരംഭത്തെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ ഈ വലിയ തുക സഹായകരമാകുന്നു. 20 ലക്ഷം രൂപ വരെയാണ് ഈ തരുൺ പ്ലസ് വിഭാഗത്തിലൂടെ ലഭിക്കുന്നത്. മുദ്രാ ലോണിന് അപേക്ഷിക്കാൻ ഓൺലൈൻ, ഓഫ്ലൈൻ സംവിധാനങ്ങൾ ലഭ്യമാണ്. ബാങ്കുകളിൽ നേരിട്ട് പോയി അപേക്ഷാ ഫോം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഉദ്യമിമിത്ര പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കുകയോ ചെയ്യാം. 2026 ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമായതിനാൽ അപേക്ഷകൾ പെട്ടെന്ന് പരിഗണിക്കപ്പെടുകയും വായ്പാനുമതി വേഗത്തിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപേക്ഷകന് വ്യക്തമായൊരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ്. വായ്പ ലഭിക്കുന്നതിന് ആവശ്യമായ പ്രധാന രേഖകളിൽ ആധാർ കാർഡ്, പാൻ കാർഡ്, വിലാസം തെളിയിക്കുന്ന രേഖകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ബിസിനസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. മുദ്രാ വായ്പയുടെ പലിശ നിരക്ക് ഓരോ ബാങ്കുകളെയും അപേക്ഷകന്റെ ബിസിനസ് സ്വഭാവത്തെയും ആശ്രയിച്ച് മാറിക്കൊണ്ടിരിക്കും. എങ്കിലും മറ്റ് സാധാരണ വായ്പകളെ അപേക്ഷിച്ച് പലിശ നിരക്ക് മിതമാണ്. കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തുന്നവർക്ക് പലിശയിൽ ഇളവുകൾ ലഭിക്കാനും കൂടുതൽ തുക വായ്പയായി ലഭിക്കാനും സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ 5 വർഷം വരെയാണ് തിരിച്ചടവ് കാലാവധി നൽകുന്നത്. മുദ്രാ വായ്പ ലഭിക്കുന്നവർക്ക് മുദ്രാ കാർഡ് നൽകുന്ന ഒരു സവിശേഷതയുമുണ്ട്. ഇതൊരു റുപ്പേ ഡെബിറ്റ് കാർഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ബിസിനസ് ആവശ്യങ്ങൾക്കായി പണം പിൻവലിക്കാനും സാധനങ്ങൾ വാങ്ങാനും ഈ കാർഡ് ഉപയോഗിക്കാം. വനിതാ സംരംഭകർക്ക് മുദ്രാ ലോണിൽ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. രാജ്യത്തെ തൊഴിലന്വേഷകരെ തൊഴിൽദാതാക്കളാക്കി മാറ്റുക എന്ന ബൃഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് മുദ്രാ വായ്പാ പദ്ധതി. 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷം രൂപയായി വായ്പാ പരിധി ഉയർത്തിയത് ചെറുകിട വ്യവസായങ്ങൾക്ക് വലിയൊരു ഉത്തേജനമാണ് നൽകുന്നത്. കൃത്യമായ ബിസിനസ് പ്ലാനോടെ മുദ്രാ വായ്പ പ്രയോജനപ്പെടുത്തിയാൽ സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക വളർച്ചയും സ്വയം പര്യാപ്തതയും കൈവരിക്കാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.